ക്ലിൻറ്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ ഉത്കണ്ഠപ്പെടുത്തുന്ന കണക്കുകളും സ്ഥിതിവിശേഷങ്ങളുമാണ് SIRമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തുടക്കം മുതലേ തന്നെ SIRന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം, SIR ശുദ്ധീകരണം, വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനാണ് SIR നടത്തുന്നത്. പക്ഷേ ആ SIR തന്നെ വോട്ടർ പട്ടികയിൽ മാലിന്യങ്ങൾ ചേർക്കാൻ ഉള്ള ഒരവസരമായി കണക്കാക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറ്റ് കണക്കുകളും മറ്റുമൊക്കെ ഞങ്ങളുടെ ശ്രീ EP അനിൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ ഇംപ്ലിക്കേഷൻ, രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ, അതുമൂലം SIRലെ ഈ മാലിന്യങ്ങൾ കാരണം എന്തൊക്കെ മാറ്റങ്ങളാണ് ഭാവിയിൽ വരാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഞങ്ങൾ ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. ശ്രീ അനിൽ, നമ്മൾ ഈ പറഞ്ഞല്ലോ, ബീഹാറിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞു. ബീഹാർ എന്ന് പറയുന്നത് ഈ ഇന്ത്യയിൽ ഈ 2025-26 SIRൻ്റെ ആ പ്രോസസ്സ് തുടങ്ങിയതിന് ശേഷം SIR പ്രകാരം പട്ടിക പരിഷ്കരിച്ചതിന് ശേഷം നടത്തിയ ആദ്യ തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ വലിയൊരു മാറ്റം രാഷ്ട്രീയമായി തന്നെ ഉണ്ടാകും എന്ന് എല്ലാവരും കരുതിയിരുന്നതാണ്. പക്ഷേ നേരെ തിരിച്ചാണ് ഉണ്ടായത്. അപ്പം അപ്പോൾ തന്നെ അതിന് മുമ്പേ തന്നെ വോട്ട് ചോരി പോലുള്ള ആ പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ ഉയർത്തി കാണിച്ചെങ്കിലും അതിൻ്റെ അപകടം എത്രമാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഉള്ള അതിൻ്റെ മറ്റ് വൈവിധ്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ അന്ന് ചർച്ചയായിരുന്നുമില്ല. ആ പശ്ചാത്തലത്തിൽ ആ റിസൾട്ട് വന്നതിന് ശേഷം പോലും വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയും എനിക്കൊന്ന് വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു ആക്ഷേപകരമായ ഒരു സ്ഥാനമായി കണ്ടുകൊണ്ട് അദ്ദേഹം അത് പിന്നെ അതിൽ നിന്ന് പിൻവാങ്ങിയതുപോലെയുണ്ട്. എന്തായാലും ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള, നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ വളരെ സെൻസിറ്റീവായാണ്. കേരളം എന്ന് പറയുന്നത് വളരെ പരിഷ്കൃതമായ ഇന്ത്യയിലെ ഏറ്റവും പരിഷ്കൃതമായ ഒരു സംസ്ഥാനമാണ്. ഒരുപാട് വിദ്യാഭ്യാസമുള്ളവരുടെ സാക്ഷരത 100% ഒരു നാടാണ്. അവിടെ പോലും ജനങ്ങളിൽ ഇത്രയധികം ആശങ്കപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ പരിഷ്കരണമാണ് നടക്കുന്നത് എന്നത് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉത്കണ്ഠപ്പെടുത്തേണ്ടതാണ്, ആശങ്കപ്പെടുത്തേണ്ടതാണ്. പക്ഷേ അതൊന്നും ഫീൽഡിൽ കാണുന്നില്ല എന്നുള്ളതും വസ്തുതയാണ്. ഇപ്പം ഇവിടെ ഈ കേരളത്തിൽ ഇപ്പം നേരത്തെ പറഞ്ഞാൽ സഞ്ചരിക്കുന്ന വോട്ട് ബാങ്ക് സഞ്ചരിക്കുന്നു. ഒരു മണ്ഡലത്തിൽ നിന്ന് വേറൊരു മണ്ഡലത്തിലേക്ക് വോട്ട് മാറുന്നു, മറ്റിടത്ത് ഉണ്ടാകുന്നില്ല, ഇപ്പുറത്തുണ്ട്. രണ്ടിടത്തും കേരളത്തിൽ ഇപ്പോൾ വോട്ട് ചെയ്യാൻ കള്ള വോട്ട് ചെയ്യുന്നതിൻ്റെ അളവ് അല്പം കുറഞ്ഞിട്ടുള്ളത് കൊണ്ട് അങ്ങനെ രണ്ട് സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ വോട്ട് ചെയ്യാനൊന്നും അങ്ങനെ പഴയതുപോലെ സംഭവിക്കാറില്ല. പക്ഷേ വേണമെങ്കിൽ ഒരു 4-5 മണ്ഡലങ്ങളിൽ ഒരു പാർട്ടി ലക്ഷ്യമിടുന്ന, ഏത് പാർട്ടിയാണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല, ഒരു പാർട്ടി ലക്ഷ്യമിടുന്ന 4-5 മണ്ഡലങ്ങളിൽ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ മറ്റ് സ്ഥലങ്ങളിലുള്ള വോട്ടർമാരെ ഇവിടെ കൊണ്ടുവേണമെങ്കിൽ ചേർക്കാം. ഉദാഹരണം, തിരുവനന്തപുരത്ത് ശ്രീ V. ശിവൻകുട്ടി ഇടയ്ക്ക് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ 30ഓളം ഫ്ലാറ്റുകൾ തിരുവനന്തപുരത്ത് ഉണ്ട്. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ്, നേമത്ത് ഫ്ലാറ്റുകൾ കുറവാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ്. വട്ടിയൂർക്കാവായാലും കഴക്കൂട്ടമായാലും ഫ്ലാറ്റുകൾ വേറെ വേണം. ആ ഫ്ലാറ്റുകളിൽ പലതും ഒഴിഞ്ഞിടക്കുകയാണ്. അവിടെ ആ ഫ്ലാറ്റുകളിൽ ഒരു വോട്ട്, ഇപ്പം തൃശ്ശൂരുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാന ജില്ലയിലുള്ള അവിടെ വലിയ സ്വാധീനമൊന്നും ഇല്ലാത്ത, അവിടെ ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്ത കുറേ വോട്ടുകളെ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടൊന്ന് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ അപകടം വളരെ വലുതാണ്. അപ്പോൾ ഫലത്തിൽ അത് ഒരു പുതിയ പ്രതിഭാസമാണ്. ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ച് ഇപ്പോൾ നോക്കൂ, നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ഒരാൾ, അയാൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർമാരായാൽ മതി. ഇപ്പോൾ മഞ്ചേശ്വരത്ത് വോട്ടുള്ള ഒരാൾക്ക് തിരുവനന്തപുരത്ത് വന്ന് മത്സരിക്കാം, നേമത്ത് മത്സരിക്കാം, തിരിച്ചും. അതിൻ്റെ അർത്ഥം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആൾക്ക് ആ സംസ്ഥാനത്ത് വോട്ടറായിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് ആ സംസ്ഥാനത്ത് ഏത് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാം. എന്നാൽ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം എവിടെയാണോ അവർ സ്ഥിരമായി താമസിക്കുന്നത് അവിടുത്തെ അസംബ്ലി മണ്ഡലത്തിൽ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ വോട്ട് ചെയ്യുക എന്നുള്ളൊരു അവകാശമാണ് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നത്. എന്നാൽ ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്താണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജയിക്കാൻ ഒരു 10,000 വോട്ടിൻ്റെ കുറവുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് ഞാനും എൻ്റെ ഒരു സംഘവും താമസം മാറ്റി എന്ന ആളുകളെ ബോധ്യപ്പെടുത്തി അവിടെ വോട്ടർമാരായി മാറി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ, എത്ര കുറ്റം പറഞ്ഞാൽ പോലും ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖം എന്ന് പറയുന്നത് 5 വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തം ഉള്ളടക്കത്തെ ഇതുവരെ കാണാത്ത തരത്തിൽ അട്ടിമറിക്കാനൊരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. അതിന് ഉതകുന്ന എല്ലാ പശ്ചാത്തലവും ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കുന്നു. ഇലക്ഷൻ കമ്മീഷന് നൽകിയിട്ടുള്ള ചില വിവേചനാധികാരം മുൻനിർത്തി SIR നടത്താനുള്ള അവകാശം അവർക്കുണ്ടെന്ന് സുപ്രീം കോടതി പറയുന്നു. പക്ഷേ ഈ SIRന് പിന്നിൽ നടക്കുന്ന ഈ അനീതികൾ
അവിശ്വസനീയമാണ്. ബീഹാറിൽ നടന്നത് നമുക്കറിയാം. അത് ഒരു പ്രത്യേക സമുദായത്തെയും ഒക്കെ ലക്ഷ്യം വെച്ചാണെങ്കിൽ കേരളത്തിൽ സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പോലെ 1 ഡസനോളം MLA-മാരെ സൃഷ്ടിക്കാൻ ഉതകും വിധമുള്ള ചില അണ്ടർസ്റ്റാൻഡിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ നടന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവിച്ചിട്ടുള്ള വോട്ടർമാരുടെ ഇടയിൽ നിന്ന് 24 ലക്ഷത്തിലധികം ആളുകൾ അപ്രത്യക്ഷമാകാനുള്ള കാരണം. അത് ഉണ്ടായത് കേരളത്തിൽ മൊത്തത്തിൽ 24 ലക്ഷം ആളുകൾ അപ്രത്യക്ഷമായെന്നല്ല, BJPക്ക് ഒന്നാമതോ രണ്ടാമതോ മൂന്നാമതോ വരാൻ സാധ്യതയുള്ള ഇടങ്ങളിലാണ് ഇത് സംഭവിച്ചതെന്ന് ഈ പുതിയ കണക്കുകൾ കാണിക്കുമ്പോൾ തീർച്ചയായും ഇലക്ഷൻ കമ്മീഷൻ ആ വിഷയത്തെ വളരെ ഗൗരവതരം എടുക്കണം. എന്നാൽ അവർ ഈ വിഷയത്തിൽ വെറും സംശയം കൂടി ചോദിക്കട്ടെ. ഈ ഉദാഹരണം തൃശ്ശൂരിൽ നിന്ന് കുറേ വോട്ടുകൾ തിരുവനന്തപുരത്തെ ഒരു മണ്ഡലത്തിൽ, ഇപ്പോൾ തിരുവനന്തപുരം നിയമമണ്ഡലത്തിൽ കൊണ്ടുവന്ന് ചേർക്കുന്നു. വീടുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെ ഒരു തൊഴിലുണ്ടെന്ന് കാണിച്ചിട്ട് ഒരു വിലാസം ഒരു ഇതുണ്ടാക്കുന്നതിന് പ്രയാസമില്ല അല്ലേ? ഒരു വാടക ചീട്ടുണ്ടാക്കുന്നതിനൊന്നും പ്രയാസമില്ല. വാടക ചീട്ടുണ്ടാക്കി ഇവിടെ താമസിക്കുകയാണെന്ന് സ്ഥാപിച്ചിട്ട് ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു വരുന്നു. അങ്ങനെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ മൊത്തത്തിൽ 24 ലക്ഷം പേര് കുറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ കുറയുകയും മറ്റിടത്ത് കൂടുകയും വേണ്ടേ? അല്ല, അത് അവിടെയാണ്. അപ്പോൾ അവിടെയാണ് ഈ അപ്പോൾ കുറയുക മാത്രമേ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞ അർത്ഥം ഇവർക്ക് അവിടെയും വോട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഈ മാറിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം പഴയ വോട്ട് നിലനിർത്തിക്കൊണ്ടാണ് ഇവർ പുതിയ പക്ഷേ ഇപ്പോഴും അങ്ങനെയല്ല. ഇപ്പോഴും പക്ഷേ അപ്പോൾ തിരിച്ച് ഇവരിപ്പോൾ എന്ത് ചെയ്തു? ഇത് അടുത്ത ഘട്ടം എത്തുമ്പോൾ അത് ഉപേക്ഷിച്ചു. വീണ്ടും അവർ ഒരു സ്ഥലത്ത് ഒരു വോട്ടറായി മടങ്ങി. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇവർ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഇനി അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതേ പ്രോസസ്സ് പുനരാവിഷ്കരിക്കും. എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഇടങ്ങളിൽ വോട്ടർമാരായി നിന്നിട്ടുള്ള പല ആളുകൾ. ഇപ്പോൾ ശ്രീ സുരേഷ് ഗോപിയെ പറ്റി ഒരു ആരോപണം ഉണ്ടായിരുന്നല്ലോ. പുള്ളി ത്രിതല പഞ്ചായത്തിൽ വോട്ട് ചെയ്തത് ഒരിടത്ത്, പാർലമെൻറ്റിൽ വോട്ട് ചെയ്ത് മറ്റൊരിടത്ത് എന്നൊക്കെ പറയുന്നത് പോലെ നിലവിൽ വോട്ടർമാരായിരുന്ന ആളുകൾ അവരുടെ ഇടങ്ങളിലെ വോട്ട് ഉപേക്ഷിക്കാതെ മറ്റൊരിടത്തേക്ക് കൂടി രണ്ടാമത് വോട്ടറായി മാറിയത് കൊണ്ടാകാം കുറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, കൂടുകയല്ല ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്. ഒന്നിലധികം വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകും വിധമായിരുന്നു ഈ ആളുകൾ മാറിയത്. അങ്ങനെയെങ്കിൽ SIR പരിശോധിക്കുന്ന ഈ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് ആർക്കൊക്കെയാണ് വോട്ടുകൾ നഷ്ടപ്പെട്ടത്, അവർക്ക് ഇപ്പോൾ വേറെ എവിടെയെങ്കിലും വോട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അവർക്കെതിരെ ശിക്ഷാ നടപടി എടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അത് പരിശോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്. എല്ലാം ഡിജിറ്റൈസ് ചെയ്തിരിക്കുകയാണ്. അതല്ല, ഇപ്പം കേരളത്തിൽ എവിടെയെങ്കിലും, ഇന്ത്യയിൽ എവിടെയും ഒരു വോട്ടർ, പ്രത്യേകിച്ചും ആധാർ ലിങ്കഡ് ആയതുകൊണ്ട് വോട്ടർ ID കാർഡ്, എപ്പിക് എന്ന് പറയുന്ന വോട്ടർ ID കാർഡും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെയും ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാവുന്ന തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി തന്നെ കണ്ടുപിടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും. അപ്പോൾ എൻ്റെ മറ്റൊരു സംശയം ഇതാണ്, ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ആളെ കൊണ്ട് ചേർക്കും. ഇപ്പം ഉദാഹരണം, ഒരു പാർട്ടിക്ക് 10 സീറ്റിന്റെ കുറവിലാണ് ഭരണം. ഇന്ത്യയിൽ നമുക്കറിയാം, കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ഒരു 10 സീറ്റ് 5 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് മുന്നണികൾ മാറി മാറി ഭരിക്കുന്നത്. വളരെ അപൂർവമായി മാത്രമാണ് 100 സീറ്റ് 90 സീറ്റൊക്കെ പോയിട്ടുണ്ട്. അല്ലാത്ത സമയത്ത് 71, 72, 74, അങ്ങനെ 68 അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 10 മണ്ഡലങ്ങൾ ഒരു പാർട്ടി, അത് A or B ഏത് പാർട്ടി ആയാലും അങ്ങനെ ഒരു 10 മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അവിടെ ഇതുപോലെ ഈ ഗിമ്മിക്ക് കാണിക്കുകയാണെങ്കിൽ, ഈ പ്രതിഭാസം കാണിക്കുകയാണെങ്കിൽ ഒരു മാനിപ്പുലേഷൻ അല്ലേ? വാസ്തവത്തിൽ ജനാധിപത്യത്തിൻ്റെ ഒരു മാനിപ്പുലേഷൻ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ മത്സരിക്കാനുള്ള ഒരാൾക്ക്, ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ ഇന്ത്യക്കാരന് ഒരാൾക്ക് എവിടെയും അവകാശമുണ്ട് എന്ന് പറയുന്നത് പോലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെയൊക്കെ ചില നിയമങ്ങളിലെ ചില പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നത് എന്നതുപോലെ അസംബ്ലിയിൽ ഏതൊരു മലയാളിക്കും ഏത് മണ്ഡലത്തിൽ മത്സരിക്കാം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വോട്ടർമാർക്ക് അതാത് മണ്ഡലത്തിൽ മാത്രമേ വോട്ട് ചെയ്യേണ്ടതുള്ളൂ, ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. ഇതിനെയാണ് അട്ടിമറിക്കുന്നത്. ഇത് നിയമങ്ങളുടെ കുരുക്കുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഒക്കാത്ത കാര്യമാണെന്ന് ഞാൻ പറഞ്ഞ കാര്യം. 24 ലക്ഷം ആളുകളുടെ വോട്ട് കുറയാനുള്ള കാരണം ഇവർ എവിടെയോ ഒരു വോട്ട് അധികമായി ചെയ്യാൻ ശ്രമം നടത്തുകയും ഉപേക്ഷിക്കുകയും ചെയ്യും. എന്നാൽ ഡബിളിങ്ങിൽ ഈ കണക്ക് വന്നിട്ടുമില്ല. അപ്പോൾ ഈ ഡബിളിങ് സംഭവിച്ച 0.5% എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വിഭാഗം ആളുകൾ സത്യസന്ധമായി ഒന്നിലേത് ഇടങ്ങളിൽ എങ്ങനെയോ രജിസ്റ്റർ ചെയ്യപ്പെട്ടവരാണ്. അവരിതാണ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കളി നടത്തിയത് ശുദ്ധീകരണം നടന്നിട്ടുണ്ട്. അതാരാണ്? വളരെ സത്യസന്ധരായ വോട്ടർമാർ, ഒന്നിലധികം ഇടങ്ങളിൽ വോട്ട് ചെയ്തിട്ടുള്ളവർ, അല്ല ഒന്നിലധികം ഇടങ്ങളിൽ വോട്ടർമാരായി പോകേണ്ടി വന്നവർ അതാണ്ട് ഒഴിവാക്കിയിരിക്കുന്നു. അത് 0.5%. മറിച്ച് അപ്രത്യക്ഷമായവരുടെ കണക്കുകൾ എന്ന് മാത്രമല്ല, കാരണം എന്തെന്ന് പറയാതെയാണ് 5,25,000 5.25% ആളുകൾ അപ്രത്യക്ഷമായിരിക്കുന്നത്. ആബ്സെൻറ്റ്. എങ്ങനെയാണ് ആബ്സെൻറ്റ്? മരണമല്ല, മരണത്തിൻ്റെ കണക്ക് വേറെയാണ്. മരണത്തിലൂടെ അപ്രത്യക്ഷമായത് 6,45,000 പേരാണ്.
എന്നാൽ ഈ ആബ്സെൻറ്റീസ് എന്ന് പറയുന്നവർ വളരെ കൃത്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് വ്യക്തമാണ്, അവരുടെ നേതാവ് ബി ഗോപാലകൃഷ്ണൻ പറയുകയും ചെയ്തു ഞങ്ങൾ ഇതൊക്കെ ചെയ്യും എന്ന് പറയുകയും അത് ചെയ്തു എന്നതിൻ്റെ തെളിവും വരുമ്പോൾ നോക്കൂ, സുരേഷ് ഗോപിയുടെ കാര്യം തന്നെ എടുത്താൽ തൃശ്ശൂരിൽ തൊട്ട് മുമ്പ് സുരേഷ് ഗോപി മത്സരിച്ച ആദ്യത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലഭിച്ചത് 2,93,000 വോട്ടുകളാണ്. എന്നാൽ ജയിച്ച സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം 24-ൽ 4,12,858 വോട്ട് ലഭിച്ചു. 74,686 വോട്ടിൻ്റെ ഭൂരിപക്ഷം. അവിടെ ഏറ്റവും കുറഞ്ഞത് 1.5 ലക്ഷത്തിലധികം ഇത്തരത്തിലുള്ള വോട്ട് ചോരി നടന്നിട്ടുണ്ട് എന്ന് ഈ കണക്കുകൾ കാണുമ്പോൾ ബോധ്യപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ BJP വിജയിച്ച തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വലിയ തരത്തിലുള്ള ഇതിന് പേരാണ് കള്ള വോട്ടിംഗ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 24 ലക്ഷത്തിലധികം ആളുകളെ ഇപ്പോൾ കാണാൻ കഴിയാത്തതുകൊണ്ട് SIR നടത്താൻ കാണിക്കുന്ന വ്യഗ്രതയിൽ ഇലക്ഷൻ കമ്മീഷൻ എടുക്കേണ്ട തീരുമാനം, ഈ വോട്ടുകൾ ആബ്സെൻ്റായി പോയ ആളുകൾ ആര്, അവർക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധമുണ്ടെന്നൊക്കെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഈ മണ്ഡലങ്ങളിൽ നോക്കൂ, തിരുവനന്തപുരം ജില്ലയിൽ 4,36,000, തൃശ്ശൂരിൽ 2,56,000, പാലക്കാട് ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകൾ, എറണാകുളം ജനസംഖ്യ വളരെ കൂടുതലുള്ള ആളുകളാണ്, ഫ്ലോട്ടിംഗ് ജനറേഷനാണ് ആളുകളാണ്. അതുകൊണ്ട് 3,34,000-ൽ നമ്മൾ അങ്ങനെ സംശയിക്കാനുള്ളൊരു ഇടമില്ല. മറിച്ച് തിരുവനന്തപുരം, തൃശ്ശൂരും പാലക്കാടും എടുത്താൽ ഈ ജില്ലകളിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം വോട്ടർമാർ ആബ്സെൻറ്റീസായി മാറിയത്, ഇപ്പോൾ അപ്രത്യക്ഷമായത് പരിശോധിക്കുമ്പോഴാണ് കേരളത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ ഒട്ടേറെ അനാശാസ്യ സമീപനങ്ങൾ കൈക്കൊള്ളുന്ന BJP ഇതാ ഔദ്യോഗികമായി ഇലക്ഷൻ കമ്മീഷനെ തന്നെ കയ്യിലെടുത്തുകൊണ്ട് നമ്മുടെ മലയാളികളുടെ ജനാധിപത്യ ബോധത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഇതിനെതിരെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതിനെ ഇത്ര ഗൗരവതരമായി എടുത്തിട്ടുണ്ടോ. അത് സംബന്ധിച്ച് കാത്തിരുന്ന് കാണാം. ഇവർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ വളരെ വിജിലൻ്റായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് വരുന്ന ആളുകളിൽ കാത്തിരുന്ന് കാണാവുന്നതാണ്.